സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ഒപ്പുവെച്ച കരാറിൽ ഉറച്ചു നിൽക്കാതെ ദുബായ് കമ്പനി സമയപരിധിയെക്കുറിച്ച് പറയുന്നതിൽ കാര്യമില്ലെന്ന് മന്ത്രി ശർമ്മ. കരാർ സംബന്ധിച്ച് ടീകോം കമ്പനി അസമയത്ത് പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ സർക്കാരിന് അതിനോട് സഹകരിക്കാനാകില്ലെന്നും സ്മാർട്ട് സിറ്റി കമ്പനി ചെയർമാൻ കൂടിയായ മന്ത്രി എസ് ശർമ്മ മനോരമ ന്യൂസിനോട് പറഞ്ഞു. സർക്കാരും ടീകോമും തമ്മിലുള്ള കരാർ ടീകോം പാലിച്ചാൽ മാത്രം മതി. അരമണിക്കൂർ കൊണ്ട് സ്മാർട്ട് സിറ്റി പ്രശ്നം പരിഹരിക്കാം. കരാറിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു. അംഗീകൃത കരാറിൽ നിന്ന് മാറി സന്ധി ചെയ്യുന്നത് ഗവൺമെന്റിന്റെ നയമല്ലെന്നും മന്ത്രി ശർമ്മ പറഞ്ഞു. ഗവൺമെന്റ് ഒറ്റക്കാര്യം ഉറച്ചു നിൽക്കുന്നുള്ളൂ. ഈ ഫ്രെയിംവർക്ക് അഗ്രിമെന്റിൽ ഇരുഭയ സമ്മതപ്രകാരം ഒപ്പുവെച്ചിട്ടുള്ളതാണ്. അതിൽ ഉറച്ചു നിൽക്കുക. ഏത് നിമിഷവും അതിനോട് സഹകരിച്ചു കഴിഞ്ഞാൽ പ്രോജക്റ്റ് ആരംഭിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. അപ്പോ അതിന് പകരം പുതിയ നിർദ്ദേശങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു അംഗീകൃത കരാറിൽ നിന്നും വ്യതിചലിച്ച് സന്ധി ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിന്റെ നയമല്ല. സർക്കാർ നിലപാട് മൂലം പദ്ധതി നഷ്ടമാകാൻ അനുവദിക്കില്ല. കരാർ ലംഘനത്തിലൂടെ ടീകോമിന്റെ നിലപാട് കൊണ്ട് പദ്ധതി നഷ്ടമാവുകയാണെങ്കിൽ എന്തു വേണമെന്നത് അപ്പോൾ ചർച്ച ചെയ്യും. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി ഗവൺമെന്റ് നിലപാട് കൊണ്ട് പദ്ധതി നഷ്ടമാകാൻ ഗവൺമെന്റ് അനുവദിക്കില്ല. അതേ അവസരത്തിൽ കരാർ ലംഘനത്തിലൂടെ അവരുടെ നിലപാട് കൊണ്ട് നഷ്ടമാകുകയാണെങ്കിൽ എന്ത് വേണമെന്നുള്ളത് അപ്പോൾ ഗവൺമെന്റ് ചർച്ച ചെയ്യും. എപ്പോൾ വേണമെങ്കിലും ചർച്ചകൾക്ക് സർക്കാർ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. മനോരമ